ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 സെറ്റ്സിലെ എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഈ സെറ്റുകളെ ഇന്റർവെലിൻ്റെ ഫോമിൽ നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് രണ്ട് ഇൻ്റർവെലാണ് നമുക്കറിയുന്നത്. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ് അഥവാ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നാണെന്ന് പറയാം. പിന്നെ ഒന്ന് ഓപ്പൺ ബ്രാക്കറ്റ്, അതിന് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് വരുന്നത് എപ്പോഴാണ്? ഈക്വൽ സൈൻ വരുമ്പോഴാണ് ക്ലോസ്ഡ് വരിക. ഓപ്പൺ വരുന്നത് ഈക്വൽ ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നോക്കിയേ, -4 ലെസ് ദാൻ ഈക്വൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഓപ്പൺ ബ്രാക്കറ്റാണ് വരിക. ദെൻ 6ന് ഈക്വൽ ഇല്ലേ? അപ്പൊ 6ന് ആര് വരും? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും. കണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ എടുക്കുമ്പോൾ 12നും ഈക്വൽ ഇല്ല, -10നും ഈക്വൽ ഇല്ല. അപ്പൊ അത് രണ്ടും ഓപ്പൺ ബ്രാക്കറ്റിൽ വരും. ഇനി മൂന്നാമത്തെ 0ക്ക് ഈക്വൽ ഉണ്ട്. അപ്പൊ 0 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും, 7 ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ 2നും ഈക്വൽ ഉണ്ട്. അപ്പൊ രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ ഈക്വൽ ഉണ്ട്. ഇനി ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ബ്രേസസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ. ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈക്വൽ സൈൻ ഉണ്ടാവില്ല. സ്ക്വയർ പോലത്തെ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും.